ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നും കിച്ചണിനകത്ത് പതിവ് പോലെ തന്നെ അനുവും അനീഷും നല്ല വഴക്കുണ്ടായിക്കുവാണ്. അപ്പോൾ ഇന്നലത്തെ വഴക്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിൻ്റെ ഭാഗത്ത് ന്യായമില്ല, അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം. ഞാൻ ഇന്നലെ അനീഷിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ ന്യായം എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വിഷയം നമുക്കറിയാം. നമ്മൾ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം, ഇന്നത്തെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നലെ അനീഷ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, റൈസ് വയ്ക്കുന്ന സമയത്ത് തീ കുറച്ചാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി അനീഷിന് 2 വട്ടം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കാരണം അടുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ അനു വന്നിട്ട് അവിടെ ചോദ്യം ചെയ്യുന്നു, ഇത്രയും തീ എന്തിനാണ് കുറച്ചിട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനീഷും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഫൈറ്റ് ആവുന്നുണ്ട്. അപ്പം അവിടെ പറഞ്ഞു കൊടുക്കാം, അറിയാത്തോണ്ടായിരിക്കാം തീ കുറച്ചിടുന്നത്, അല്ലെങ്കിൽ അപ്പം അങ്ങനെ അതൊരു മയത്തിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. അപ്പം ഇന്നത്തെ വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനുമോളെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം അനീഷിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒനിയൻ്റെ ഭാഗത്തോ ഒരു ന്യായവുമില്ല. കാരണം ഒരാൾ തന്നെ കുക്ക് ചെയ്താൽ മാത്രമേ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റൂ എന്നൊരു നിയമം ഇല്ലല്ലോ, എന്നൊരു വാശി പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അനുമോളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും അവിടെ കുക്കിംഗ് പഠിച്ചിട്ടുള്ള ഓരോ ഷെഫോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് പരിചയമുള്ള ആൾക്കാരല്ല. അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്ഥിതി അനുസരിച്ച് കുക്ക് ചെയ്യുന്നവരായിരിക്കാം ഈ അനുമോളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പുള്ളിക്കാരി ചെയ്യുന്നത്. അല്ലാതെ പുള്ളിക്കാരിക്കും അറിയാഞ്ഞിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. പക്ഷേ നല്ലതുപോലെ അത് ചെയ്യുന്നുണ്ട്. കുക്കിങ്ങും കാര്യങ്ങളും കിച്ചണിലെ പരിപാടിയൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3 ആഴ്ച ഏറ്റവും കൂടുതൽ കിച്ചണിൽ വന്നിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു അനുമോളെന്ന് തോന്നുന്നത്, അല്ലേ? മറ്റാരെങ്കിലും ആണെങ്കിൽ പരാതി എപ്പോഴേ പറഞ്ഞേനെ. കഴിഞ്ഞ സീസണിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ്, കിച്ചണിനകത്ത് അടുപ്പിച്ചിടുമ്പോഴത്തേക്ക് പരാതി പറയുന്നു, ലാലേട്ടൻ വന്ന് വീണ്ടും മാറ്റുന്നു. അപ്പോൾ ഈ വട്ടം മൂന്നാഴ്ചയും കണ്ട കിച്ചണിൽ വന്നിട്ട് പോലും അനുമോളൊരു പരാതി പറഞ്ഞിട്ടില്ല. അപ്പം ഈ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ അറിയാവുന്നവരെ കൂടെ നിന്നിട്ട് സഹായിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഈ അനുമോള കാര്യം നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരിയും ചിലപ്പം ഷൂട്ടിങ്ങിനും മറ്റു കാര്യത്തിനൊക്കെ പോകുന്ന സമയത്ത് പുള്ളിക്കാരിയും ചിലപ്പം ഇതുപോലെ കണ്ടും കേട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആയിരിക്കാം, അത് വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. അപ്പം ഇന്ന് രാവിലെ അനീഷ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനുമോളെടുത്ത് ചെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അനുമോൾ ഇന്നലത്തെ കാര്യം എടുത്തിരുന്നു. അപ്പം ഇന്നലത്തെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അനുമോൾക്ക് എനിക്ക് നല്ലപോലെ ഹാർട്ടായിട്ടുണ്ട്. അത് നല്ലപോലെ പുള്ളിക്കാരിയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഷാനവാസും ആര്യനും കാണിച്ച മറ്റേ മട്ടൻ പീസ് എടുത്തുകൊണ്ട് ഓടുന്നതും അതൊക്കെ ഒരു പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട്, അപ്പോൾ ആ ഒരു മൊത്തത്തിൽ ഇന്നലെ നടന്ന കിച്ചണിനകത്തുള്ള പ്രശ്നം എല്ലാം കൊണ്ടും പുള്ളിക്കാരി അത് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നലത്തെ കാര്യം സംസാരിച്ചത്. അപ്പോൾ അനീഷ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയി ഒനിയൻ സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഒനിയൻ സാബു വെള്ളം ചൂടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഇപ്പം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് കാരണം ന്യായം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായം അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒനിയൻ സാബുവും അതുപോലെ അക്ബറും ഇവരൊക്കെ സ്കിപ്പ് അടിച്ച് മാറി നിൽക്കുക, എല്ലാം അനു ചെയ്യട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഒരാളെ തലയിൽ മാത്രം കുക്കിങ് മൊത്തം അടിച്ചങ്ങോട്ടിടേണ്ട ഒരു കാര്യമില്ല. ഇവരും ഈ ഒനിയൻ സാബു ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഷെഫാണ്. ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചും പറയുന്നുണ്ട്, ലാലേട്ടൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കുക്ക് ചെയ്യാനൊരു അവസരം തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു കുക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഈ അനീഷിനെ കൊണ്ടുപോയി അനുവിൻ്റെ അടുത്ത് ചോദിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉപ്പുമാവ് ഉണ്ടാക്കാൻ അയാൾക്ക് അറിയാലോ, അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാന്നേ ഉള്ളൂ. ഒരു ഷെഫിന് നിസ്സാര സമയം മതി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ, വലിയ താമസമൊന്നും വേണ്ട. അപ്പം അവിടെയും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുള്ള രീതിയിലാണ് നിന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ന്യായം നോക്കുവാണെങ്കിൽ അനുമോടെ ഭാഗത്താണ്. അനാവശ്യമായിട്ടുള്ള ഫൈറ്റിംഗ് ആയിരുന്നു. അപ്പം ഉപ്പുമാവിന് വെള്ളം വെച്ചു. അപ്പം അനുമോള് വരുന്നു, വന്ന സമയത്ത് ഇതെന്തിനാ വെള്ളം വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആദ്യം വെള്ളമല്ല വെക്കുന്നതെന്ന് പറയുന്നുണ്ട്, ആദ്യം അതിങ്ങനല്ല ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് വീണ്ടും അതുപോലെ തലയിൽ കയറി ഇരുന്ന് ഭരിക്കുന്ന സ്വഭാവം മാറ്റുക, ബോസി സ്വഭാവം മാറ്റുക എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം അവിടെ സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ഞാൻ നല്ല രീതിയിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇന്നലത്തെ ഒരു ഫൈറ്റിനകത്ത് അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് എനിക്ക് തോന്നിയത് മാത്രമാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഒരു ഫൈറ്റിനകത്ത് അനീഷിൻ്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. കാരണം ഒനിയൻ സാബുവിനെ പോലെ ഒരു ഷെഫ് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തിനാടോ പിന്നെ അറിയാത്ത അനീഷ് ഈ പണിക്ക് പോകുന്നത്, ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്? ആ ഒനിയൻ സാബുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലെ അയാൾക്ക് ചെയ്യാൻ വയ്യെങ്കിൽ, അയാൾക്ക് പറ്റത്തില്ല എന്ന് പറയുമെങ്കിൽ മാത്രം വന്ന് ചെയ്യുക, അതാണ് വേണ്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോദ്യം ചെയ്യുന്നത്, സംസാരിക്കേണ്ടത്, അതാണ് വേണ്ടുന്നത്. അല്ലാതെ അനുവിനെ പിടിച്ചിട്ട് അവിടെ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്തിരുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇന്നലെ ഷാനവാസിൻ്റെ ഒരു പ്രശ്നം കണ്ടതാണല്ലോ. ഇപ്പം ഇന്നലത്തെ ഒരു ഇത് നോക്കുവാണെങ്കിൽ അവിടെ ഷാനവാസ് തന്നെയാണ് തെറ്റുകാരൻ.
കാരണം അനു ഇപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ സെർവ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാവർക്കും തുല്യമായിട്ട് അവിടെ കൊടുക്കാനാണ് പുള്ളിക്കാരി നോക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കൈയിട്ടെടുത്തോണ്ട് പോവുക, മട്ടൻ പീസ് എടുത്തോണ്ട് ഓടുക. ഇപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പീസ് ഷോർട്ടാവും, മറ്റേ ആൾക്കാർക്ക് കിട്ടാതെ വരും. ചിലർക്ക് ഒരു പീസ് കിട്ടും, ചിലർക്ക് 4 പീസ് കിട്ടും. എല്ലാവരും അവിടെ തുല്യമായിട്ടുള്ള ആൾക്കാരല്ലേടേ. എല്ലാവരും അവിടെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും നല്ലൊരു ആഹാരം കിട്ടുമ്പോഴത്തേക്ക് നല്ല കൊതിയായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്കിവിടെ രാവിലത്തെ ഈ ഒരു ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു വാശിയാണ് ഇവർക്ക്. കാരണം ഈ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അനിമോൾ അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ അക്ബറും മുനിയൻ സാബുവും അവിടെ അനിമോളെ തടഞ്ഞിട്ട് ഇല്ല പറ്റത്തില്ല, അനിമോൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ജോലി ചെയ്യാതെ എല്ലാ അനിമോളെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിപ്പിക്കുക, അതിൻ്റെ ഇടയ്ക്ക് അനീഷിനെയും പിടിച്ചങ്ങോട്ട് ഇടുക. അതാണ് ഇവിടെ നടക്കുന്ന വിഷയം. അല്ലാതെ ഒനിയനെ പോലൊരു അത്രയും നല്ലൊരു ഷെഫ്, കുക്കിംഗ് അറിയാവുന്ന ഒരാൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ചെറിയൊരു നിസാര കേസ്, ഉപ്പുമാവിൻ്റെ കേസിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ നല്ല രീതിയിൽ അത് സംസാരിച്ച് സോൾവ് ചെയ്ത് ആ ഒരു പ്രശ്നം തീർക്കാന്നേ ഉള്ളൂ. കാരണം അനുമോക്ക് ഇപ്പം വരാൻ പറ്റത്തില്ലെങ്കിൽ, അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പുള്ളിക്കാരി ചെയ്യണ്ട. അപ്പം അങ്ങനെ ഒരു മൈൻഡിൽ എടുക്കാറുണ്ടല്ലോ. അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് അവിടെ വെക്കും. അപ്പം അതല്ല അനുമോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഈ ഇങ്ങനെ കടന്ന് വിളിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല, റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. കാരണം ഞാൻ ആദിലെ അല്ലെന്നും പറയുന്നുണ്ട്. ആദിലെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല, ഞാൻ വന്ന് ചെയ്യും, അത് ചെയ്യാൻ എനിക്ക് അറിയാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി അത് അങ്ങനെ അനീഷ് വിളിക്കുന്ന സമയത്ത് പോവാത്തത്. ചിലപ്പം ഒരു ആജ്ഞാപിക്കുന്നുള്ളൊരു രീതിയിൽ തോന്നിക്കാണാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫൈറ്റിനകത്ത് എനിക്ക് അനീഷിൻ്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഉപ്പുമാവിൻ്റെ കേസ് കെട്ടിന് വേണ്ടിയിട്ട് കാരണം ഈ ഒരു ഫൈറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം അനിമോക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ ഒനിയൻ സാബു ഉണ്ട്, അക്ബറുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്നും വേണ്ടേ, ഒനിയൻ ഒരു ഉപ്പുമാവ് വയ്ക്കാൻ വലിയ താമസം വേണം? പുള്ളിക്കാരൻ വലിയ ഷെഫ് അല്ലേ ഇവിടെ? വല്ല കോഴിയും വല്ല ഒട്ടകത്തിനെയൊക്കെ വല്ല നിർത്തിപ്പൊരിക്കുന്ന ആളല്ലേ? ഇവനൊരു ചെറിയൊരു ഉപ്പുമാവിൻ്റെ പേരിൽ അത് അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അനീഷിനത് പറയാനേ ഉള്ളൂ, ഒനിയൻ സാബു ഷെഫ് അല്ലേ, എന്നാൽ നിങ്ങളൊന്ന് ചെയ്ത് തരുമെന്ന് ചോദിക്കേണ്ട കാര്യമുള്ളായിരുന്നു. അപ്പോൾ അതിനകത്ത് അനുവിനെ പിടിച്ചിട്ട് സത്യം പറഞ്ഞ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.